ദയവ് ഇത് പറയുന്ന അനുസരിക്ക്. അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാ. എന്തുണ്ടെങ്കിലും നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ഏട്ടൻ ചെല്ല്, പോയേട്ടാ. സ്വാതി, എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ല അല്ലേ മോളെ? അച്ഛാ, വേണ്ട. അവനോടുള്ള സ്നേഹം കൊണ്ടാ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ആ സ്നേഹം തിരിച്ചവന് നിന്നോടില്ലല്ലോ. അത് സാരമില്ല അച്ഛാ. നിന്റെ ഈ സ്വഭാവത്തിലുണ്ട് കുറച്ച് പ്രശ്നം. എന്ത് ചെയ്താലും സഹിക്കുന്ന ഒരു പെണ്ണ്. എനിക്ക് ആരെയും വെറുക്കാൻ അറിയില്ല അച്ഛാ. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അതെനിക്ക് മനസ്സിലാവും, പക്ഷെ അത് അവന് മനസ്സിലാവുന്നില്ലല്ലോ. സാരില്ല മോളെ, മോള് പോയി കിടന്നു, എല്ലാം ശരിയാവും. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. 2 ദിവസത്തേക്ക് ഞാനിവിടെ കാണില്ല. നോർത്തിൽ നിന്ന് വരുന്നവർക്ക് യാതൊരു കുറവുണ്ടാകരുത്. ഓക്കെ സാർ. എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിന്നില്ലേ, വേദരചനല്ലേ. ഹായ്. നിങ്ങളുടെ മോൻ കാരണം എന്റെ മോളുടെ ജീവിതമാണ് തകർന്നേ. അവൻ വേറൊരുത്തി കെട്ടിയാലെങ്കിൽ ശല്യം തീരുന്നു വിചാരിച്ചു. അത് വെറുതെ. മനസ്സിലായില്ല. മക്കളെ വളർത്തുമ്പോ അന്തസ്സായിട്ട് വളർത്തണം, അല്ലെങ്കിൽ ഇതുപോലെ കേൾക്കേണ്ടി വരും. ജാസ്മിൻ പൊക്കോളൂ. ഓക്കെ സാർ. നീൽ എന്ത് ചെയ്തെന്ന്? അവൻ എത്ര പെണ്ണുങ്ങളെ വേണം? കല്യാണം കഴിഞ്ഞിട്ട് ദിവസം കുറച്ചല്ലേ ആയിരുന്നു. അവനെതിരെ എന്റെ പെങ്ങളെ കാണാൻ പാതിരാത്രി വീട്ടിലേക്ക് വരുന്നേ. നീല് അവൻ വേദയെ കാണാൻ വന്നിരുന്നു. കൈയും കാലും തല്ലി ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, നിങ്ങളെ ഓർത്തിട്ടാ വേണ്ടെന്ന് വെച്ചത്. ഇനി ഇത് ആവർത്തിച്ച ആ സെന്റിമെന്റ്സ് ഞങ്ങളങ്ങ് മറക്കും. എന്താ ഇപ്പൊ പ്രശ്നം? ഇയാളുടെ മോന്റെ കല്യാണം കഴിഞ്ഞു, എന്നാലും അവൻ എന്റെ പെങ്ങളെ വേണം. കേറി വന്നിരിക്കുക ഇന്നലെ രാത്രി. ആരും അറിയാണ്ട് മതിലും ചാടി. ഭാഗ്യത്തിന് കണ്ടു. സംസ്കാരമില്ലാത്തവൻ. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ സഹിച്ചു. ഇനി വന്നാ അവൻ വിവരം അറിയും. പീസാക്കും. എന്നിട്ട് വല്ല പുഴയിലോ കടലിലോ കൊണ്ടുപോയി താഴ്ത്തും. എടോ, മക്കളെ ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, അവരെ നന്നായിട്ട് വളർത്താനും അറിയണം. അത് നല്ല തന്തമാരുടെ ലക്ഷണമാണ്. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. മാപ്പും കോപ്പൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അവരെ നിലയ്ക്ക് നിർത്തിയ നിങ്ങൾക്കുള്ള. ഇനി ഇങ്ങനൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ചോദിച്ചു കേട്ടില്ലേ? മറുപടി പറയാൻ. വേദയുടെ വീട്ടില്. കല്യാണം കഴിച്ച് ഭാര്യ ഉള്ളൊരുത്തനാ നീ. നീ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ വീട്ടിൽ പാതിരാത്രി മതിലടി കയറില്ലടാ. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? സത്യമാണോടാ? വേദ എന്റെ പെണ്ണ. അവളെ കാണണമെന്ന് തോന്നി ഞാൻ പോയി. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊന്നുകളയാൻ ഞാനിവനെ. ആ പെണ്ണിന്റെ അച്ഛനും ആങ്ങളെയും വന്ന് എന്നെ പറയാത്ത ചീത്തയില്ല.
എന്താ നീല ഇങ്ങനെയൊക്കെ? നീ എന്തിനൊക്കെയുള്ള പുറപ്പാടാ? എന്നെ ആരും നിയന്ത്രിക്കണ്ട. നിയന്ത്രിച്ചാലും ഞാൻ തോന്നിയത് ചെയ്യൂ. വേദയുടെ കാര്യത്തിലും എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങളുണ്ട്. അത് ഞാൻ നടപ്പാക്കും. ആരെതിർത്താലും ശരി, ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. അവൻ അവൻ നമ്മുടെ മാനം കെടുത്ത് മാലതി. എന്തിനെങ്ങനെ നീലിനെ മാത്രം എല്ലാരും കുറ്റപ്പെടുത്തുന്നത്? ഭാര്യയുള്ളൊരു പുരുഷൻ നട്ടപ്പാതിരാത്രിക്ക് വേറൊരു പെണ്ണിന്റെ മുറി കയറി ചെല്ലണമെങ്കിൽ അതാരുടെ കുഴപ്പം കൊണ്ടായിരിക്കും? ഭാര്യയെന്നും പറഞ്ഞ് നടക്കുന്നൊരുത്തി ഉണ്ടല്ലോ ഇവിടെ. അവള് കൊള്ളാറുന്ന ആളായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല സംഭവിക്കും ഇവിടെ? ഏട്ടത്തിയെ കുരിശു കയറ്റാൻ നോക്കണ്ട. കുറ്റം നീലിന്റെ തന്നെയാ. എങ്ങനെ ന്യായീകരിക്കാൻ നോക്കിയാലും അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. അതിന്റെ കാരണം ഞാൻ ചോദിച്ചത്. ഭാര്യയായിട്ട് വന്നു കയറുന്ന ഒരു പെണ്ണ് വേണം ഭർത്താവിനെ നേരെയാക്കി എടുക്കാൻ. അത് വലുത് ഈ വീട്ടിൽ നടക്കുന്നുണ്ടോ? പർവ്വതം പോലെ നടക്കുന്നുണ്ടല്ലോ. നല്ല ശരീരം മാത്രം ഉണ്ടായ പോരാ, നല്ല മനസ്സും വേണം. എങ്കിലേ ഭർത്താക്കന്മാർ നന്നാവും. നീ മിണ്ടരുത്. ഇവരുടെ ഹണിമൂൺ പൊളിക്കാൻ വേണ്ടി ഗുണ്ടകളെ അയച്ചത് നീയല്ലേ? നിനക്ക് സംസാരിക്കാനുള്ള ഒരു അർഹതയില്ല. ഗുണ്ടകളെ അയച്ചതേ ഞാനല്ല. മോനിപ്പ ചെന്ന് കയറിയില്ലേ, അവളാ വേദ. അതെന്തിനാ അവൾ അങ്ങനെ ചെയ്തേ? അത് അവളോട് ചെന്ന് ചോദിക്കും. നിങ്ങൾ നീലിനെ തല്ലിയതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല. നടക്കാനുള്ളത് നടക്കേണ്ട സമയത്ത് നടക്കുക തന്നെ ചെയ്യും. അത് ആരെതിർത്താലും നടക്കും. നീലിനോട് നിങ്ങൾക്കൊക്കെ ഒരു അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക ഇപ്പൊ വേണ്ടത്. അവൻ ആകെ കൂടി കലങ്ങി നടക്കുക. വീട്ടിലും കൂടെ മനസ്സമാധാനം കിട്ടില്ലെങ്കിൽ അവൻ വീണ്ടും വല്ല കടുങ്കയും കാണിക്കും. തൂങ്ങുമ്പോ എപ്പോഴും വന്ന് പൊക്കിയെടുക്കാൻ ദേ തടിച്ചിക്ക് പറ്റിന്ന് വരില്ല. പാവം, ഇതിന്റെ ഇടയിൽ കിടന്ന് അവളാ നരയിക്കുന്നേ. ചെല്ലു മരുതി, ചെന്നവളെ സമാധാനിപ്പിക്ക. ഗിരി, എപ്പോഴും അവന്റെ മേത്തൊരു കണ്ണ് വേണം. ഗൗരി പറയുന്നത് കേട്ടിട്ട് വലിയ ടെൻഷൻ അടിക്കണ്ട. നീലിനൊന്നും സംഭവിക്കില്ല. ആകെ ഉള്ളൊരുത്തനാ. വിഷമിക്കില്ലേ വലിച്ച, ഇതൊക്കെ മാറും. എല്ലാം നേരെയാവും. ഏയ്, എനിക്കാ പ്രതീക്ഷയില്ല. നിന്നോട് എന്തു പറയണമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റുന്നതിലും അധികമാ നീ അനുഭവിക്കുന്ന വിഷമങ്ങള്. അവൻ ഇങ്ങനെ ഒരു ചതിയനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ലായിരുന്നു മോളെ. പൊറുക്ക്, ഞങ്ങളോട് നീ പൊറുക്ക്. എല്ലാം എന്റെ തെറ്റായിരുന്നില്ലേ അമ്മ? എന്നെ ഇഷ്ടമാണെന്ന് ഏട്ടൻ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു. വേദയെ ഉപേക്ഷിച്ച് എന്നെ കെട്ടുന്നത് എന്തിനാണെന്ന് അന്വേഷിക്കാൻ പോലും കല്യാണത്തിന് മുമ്പ് ഞാൻ ശ്രമിച്ചില്ല. അതിന് കിട്ടിയ ശിക്ഷയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. നീ ഞങ്ങളെ ശപിക്കരുത് മോളെ. ഇല്ലമ്മ, ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. സ്നേഹമുള്ളൊരു അമ്മയെ കിട്ടിയല്ലോ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ ഞാൻ. ഇപ്പൊ എനിക്കൊരു അമ്മയുണ്ട്. എനിക്ക് ചുറ്റും ഒരു അമ്മയുടെ വാത്സല്യമുണ്ട്. നീ സ്നേഹമുള്ളവളാ. നിന്റെ ഈ മനസ്സ്, നിന്റെ ഈ സ്നേഹം, അതൊന്നും അധികകാലം ആർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അവനിതിനെല്ലാം മാപ്പ് പറയുന്ന ഒരു ദിവസം വരും മോളെ. നിന്റെ കാലിൽ വീണവൻ കരയും. അവനെ പെറ്റു വളർത്തിയ അമ്മ തന്നെയാ പറയുന്നത്. നിന്റെ നന്മയ്ക്ക് മുൻപിൽ അവൻ തോറ്റുപോകുന്ന ഒരു ദിവസം ഉടനെ ഉണ്ടാവും. അതൊന്നും വേണ്ട അമ്മ. ഏട്ടൻ ആരുടെ മുമ്പിലും തോൽക്കരുത്. ഞാനൊരു വാടകക്കാരിയല്ലേ. എന്റെ വാടക ചീട്ടിന്റെ കാലം കഴിഞ്ഞ ഒഴിഞ്ഞു പോകേണ്ടവള്. എന്റെ പരിമിതി എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാനത് സഹിക്കണം. സഹിക്കും. അതിനുള്ള ശക്തി തരണേന്ന് മാത്രം ഇപ്പൊ എന്റെ പ്രാർത്ഥന.
അമ്മ എന്തു പറഞ്ഞു? എന്നെ ശപിച്ചോ? ഇല്ല, ഒരമ്മയ്ക്ക് സ്വന്തം മോനെ ശപിക്കാൻ പറ്റില്ലല്ലോ. നീ ശപിച്ചോ? ഇല്ല. അതെന്താ? ഞാൻ നിന്നോട് കാണിച്ചത് ഒരു ഭർത്താവും ഭാര്യയോട് കാണിക്കാൻ പാടില്ലാത്തല്ലേ? വേദ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചാലും അതിന് കഴിയുമെന്നും തോന്നുന്നില്ല. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യവുമില്ല. എനിക്കറിയാം ഞാൻ നിന്നോട് കാണിക്കുന്നത് മുഴുവൻ നിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ തെറ്റാണെന്ന്. നീ മാത്രമല്ല, ആര് കണ്ടാലും എന്നെ കുറ്റം പറയും. പക്ഷേ അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എനിക്ക് പറയാനുള്ളൂ: വേദ. അപ്പൊ നീ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്തിനു നിന്നെ കെട്ടിയെന്ന്? അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. എന്റെ ശാപം തീർക്കാൻ ആരെങ്കിലും ഒരാൾ വന്നല്ലേ പറ്റൂ. നിന്റെ കഷ്ടകാലത്തിന് അത് നീയായിപ്പോയി. എനിക്ക് സങ്കടമില്ല. അത് നീ വെറുതെ പറയുന്നത്. സങ്കടമില്ലാഞ്ഞിട്ടാണോ നീ കരയുന്നത്? കരഞ്ഞതുകൊണ്ടോ വിഷമിച്ചതുകൊണ്ടോ യാതൊരു കാര്യമില്ലാന്ന് നീ മനസ്സിലാക്കണം. എന്ത് ചെയ്താലും എന്റെ മനസ്സ് മാറാനും പോകുന്നില്ല. പിന്നെന്തിനാ നീ വേദനിക്കുന്നത്? നീ വിചാരിച്ചാൽ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു സഹായമുണ്ട്. കഴിയുന്നതും എന്റെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. രണ്ട് അപരിചിതരായിട്ടുള്ള വ്യക്തികൾ, അങ്ങനെ കരുതാൻ കഴിഞ്ഞാൽ നീ ജയിച്ചു. എനിക്കും അതാണ് ഇഷ്ടം. നീ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്കിടയിൽ വഴക്കില്ലാതാവും. ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? ഉവ്വ്. നീ ഒരു പഴഞ്ചന. വിദ്യാഭ്യാസവുമില്ല, പരിഷ്കാരവുമില്ല, പിന്നെ തടിയും. എന്റെ സങ്കല്പത്തിലെ ഭാര്യയാവാൻ പോയിട്ട് ഒരു ഫ്രണ്ട് പോലും ആവാനുള്ള യോഗ്യത തനിക്കില്ല. അത് നീ തിരിച്ചറിയണം. എന്റെ സങ്കല്പത്തിലെ ഭാര്യയാവാൻ പോയിട്ട് ഒരു ഫ്രണ്ട് പോലും ആവാനുള്ള യോഗ്യത തനിക്കില്ല. അത് നീ തിരിച്ചറിയണം. എന്നിട്ട് അതുമായിട്ട് പൊരുത്തപ്പെടണം. എളുപ്പം പറ്റുന്ന സംഗതിയൊന്നുമല്ല. എന്നാലും അതിനുവേണ്ടി ശ്രമിക്കണം. ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ. ജീവിതത്തിൽ എല്ലാവരും ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. എല്ലാവരും ആ ആളെയാണ് അന്വേഷിക്കുന്നത്. ഞാൻ വേദയെ സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു, നാളെയും സ്നേഹിക്കും. നാളെ ഞങ്ങളുടെ ബന്ധം എന്തായി തീരുമെന്നൊന്നും എനിക്കറിയില്ല. ഒന്ന് ഞാൻ പറയാം, വേദയുടെ സ്ഥാനത്ത് ഒരിക്കലും നിന്നെ ഞാൻ പ്രതിഷ്ഠിക്കില്ല. നിന്നെന്നല്ല, ആരെയും. അങ്ങനെ ചെയ്താൽ പിന്നെ ഈ നീൽമഹേഷ് ഇല്ല. അത് സംഭവിക്കരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് നിൽക്കുക. നിനക്കതിന് പറ്റും. നിനക്കേ പറ്റൂ. നീ എന്തിനാ വിഷമിക്കുന്നേ? എല്ലാം ശരിയാവും. ഇനിയും ഞാനത് വിശ്വസിക്കണോ? ഏട്ടൻ എന്നെ കെട്ടിയത് എന്തിനാണെന്ന് എനിക്കറിയാം. അഷ്ടലക്ഷ്മി പ്രസാദം, തിരുവാതിര വ്രതത്തിന്റെ ഗുണം, ഇതൊന്നും എന്നെ തുണയ്ക്കുന്നില്ല നാരായൺജി. ഇപ്പോ ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും വേദയാണെന്നറിഞ്ഞപ്പോ ഞാനും ഒരു പെണ്ണല്ലേ, ഭാര്യയല്ലേ? എങ്ങനെ ഞാനിത് സഹിക്കും? സഹിക്കണം. പരീക്ഷണങ്ങൾ ഇനിയുമുണ്ടാവും. അതിനെ മറികടക്കാനുള്ള ശക്തി നിനക്കുണ്ടാവണം. വേഗം മരിക്കാനുള്ള എന്തെങ്കിലും മന്ത്രമുണ്ടോ? ഉണ്ടെങ്കിൽ നാരായൺജി അത് പറഞ്ഞു തരണം.
എനിക്കിനി ജീവിക്കണമെന്നില്ല. ഒരായുസ് കൊണ്ട് അനുഭവിക്കേണ്ടത് മുഴുവൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ അനുഭവിച്ചു. മതിയായി, തൃപ്തിയായി. എല്ലാവർക്കും ഞാനൊരു പരിഹാസ കഥാപാത്രമാ. തടിച്ച്, ഗുണ്ടുമണി, വീപ്പക്കുറ്റി, ഇടിവണ്ടി. നാരായൺജിക്കറിയോ, അങ്ങനെ വിളിക്കുന്നവരോട് ഒരിക്കൽ പോലും ദേഷ്യം തോന്നിയിട്ടില്ല എനിക്ക്. എന്റെ ഗതികേടിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? പക്ഷെ ഏട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ ഏതൊരു പെണ്ണിനെ പോലെ ഞാനും സ്വപ്നം കാണാനുള്ള അവകാശമില്ലെന്നറിയാം. ഒരനാഥം നിൽക്കേണ്ടടുത്ത് നിൽക്കണം, അതും അറിയാം. പക്ഷെ ഞാൻ പോലും അറിയാതെ എന്റെ ഉള്ളില് ആ മോഹങ്ങളാ, പ്രതീക്ഷകളാ ഓരോന്നോരോന്നായിട്ട് തകർന്നു പോയത്. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന് വിചാരിച്ച് കാത്തിരുന്നത് വെറുതെ. ഒന്നും ശരിയാവില്ല. ആർക്കും വേണ്ടാത്തൊരു മാംസപിണ്ഡമായിട്ട് എന്റെ ജീവിതം അവസാനിക്കും. അവസാനിക്കട്ടെ. സ്വാതി ഇത്രേ അർഹിക്കുന്നുള്ളൂ. അവള് വെറും ഒരു ബലിമൃഗം മാത്രം. ദിവസം അടുക്കുമ്പോ ബലിത്തറയില് കഴുത്ത് നീട്ടിക്കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ബലിമൃഗം. നിന്റെ നീറ്റല് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു ഏലസ് ജപിച്ചു തരാം. അത് കയ്യെ കെട്ട ഒരല്പം ആശ്വാസം ഉണ്ടാവും. വേണ്ട നാരായൺജി. നവഗ്രഹ ഹോമം, സത്യവിനായക പൂജ ചെയ്യാവുന്നത് മുഴുവൻ നാരായൺജി എനിക്ക് വേണ്ടി ചെയ്തു. നവഗ്രഹ ഹോമം, സത്യവിനായക പൂജ ചെയ്യാവുന്നത് മുഴുവൻ നാരായൺജി എനിക്ക് വേണ്ടി ചെയ്തു. എനിക്ക് നാരായൺജിയോട് ഒരു വിരോധവും ഇല്ല. എന്നെ പോലൊരു പെണ്ണിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബന്ധം ഉണ്ടാക്കി തരാൻ നാരായൺജിക്ക് കഴിഞ്ഞല്ലോ. പൂജകളോ ഏലസോ ഒന്നും ഇനി എന്റെ രക്ഷയ്ക്ക് വരില്ല. വന്ന് പറയാനും ഒന്ന് ഉറക്ക പൊട്ടിക്കരയാനും മറ്റൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി എന്നെ നാരായൺജിയും കണ്ടുവന്ന് വരില്ല. ഇപ്പോഴത്തെ വിഷമങ്ങളൊക്കെ മാറും സ്വാതി. ക്ഷമയോടെ നീ കാത്തിരിക്കേ. കാത്തിരിക്കാം. എല്ലാ വിഷമങ്ങളും മാറുന്ന ആ ദിവസം വരാൻ, മരണം വരാൻ. എന്നെ രക്ഷിക്കാൻ ഇനി മരണത്തിന് മാത്രമേ കഴിയൂ. സ്വാതിയില്ലേ? ആരാണാവോ? ഞാൻ ദേവപ്രിയ. ആർക്ക് പ്രിയംന്ന്? ആർക്കും പ്രിയല്ല, ദേവപ്രിയ. എന്താ, എന്നെ കണ്ടിട്ടില്ലേ? കല്യാണത്തിനുണ്ടായിരുന്നല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഗൗരിയുടെ അല്ല, നീലിന്റെ. ഓ അങ്ങനെ. വിളിക്കാം. സ്വാതി, സ്വാതി, ദേ നിന്റെ വീട്ടിൽ നിന്ന് ആർക്കോ പ്രിയപ്പെട്ടവള് വന്നിരിക്കുന്നു. സ്വാതി, ചെല്ല്. ആ ദേവേ, അവളെന്താ ഇങ്ങനെ? ഒരുതരം റാഗിങ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരാത്ത തന്നെ നന്നായി. വന്നിരുന്നെങ്കിൽ എന്റെ കൈ കൊണ്ട് ചാവേണ്ടി വന്നേനെ. ആഹാ, വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഇരിക്കും മോളെ. ഞാൻ വെറുതെ സ്വാതിയെ കാണാൻ കൊറേ ആയില്ലേ. ഹായ് ഗിരി. ദേവപ്രിയ, അരവിന്ദൻ അമ്മാവന്റെ മോളാ. എനിക്കറിയാം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ ഫേസ്ബുക്കിലൊന്നും ആക്റ്റീവ് അല്ലല്ലോ. ഇവൾ ഒറ്റ ഒരുത്തിയ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത്. വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? എന്തെങ്കിലും പറയണമെന്ന് കരുതി വെച്ചതാ.
ഇപ്പോഴാ അതിനുള്ള അവസരം കിട്ടിയതെന്ന് മാത്രം. ഞാൻ പോവാ. അവനൊരു തമാശ പറഞ്ഞതല്ലേ. നിങ്ങൾ ഇരുന്ന് സംസാരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ. നീലെവിടെ? പുറത്തു പോയി. നിനക്ക് സുഖാണോ? നീലിന്റെ പിണക്കൊക്കെ മാറിയോ? മാറിയില്ലെങ്കിൽ മാറ്റണം. അതിനുള്ള കഴിവൊക്കെ നിനക്കുണ്ട്.